എഡിറ്റോറിയൽ 2020 നവംബർ 17 ചൊവ്വ. RCEP കരാറും ഇന്ത്യയും. 8 വർഷത്തെ ചർച്ചകൾക്കും വിലപേശലുകൾക്കുമൊടുവിൽ RCEP അഥവാ റീജിയണൽ കോംപ്രഹെൻസീവ് ഇക്കണോമിക് പാർട്ണർഷിപ്പ് എന്ന വ്യാപാര കൂട്ടായ്മ യാഥാർത്ഥ്യമായിരിക്കുകയാണ്. ഞായറാഴ്ച വിയറ്റ്നാമിലെ ഹാനോയിൽ ആസിയാൻ വാർഷിക സമ്മേളനത്തിലാണ് ലോകത്തെ ഏറ്റവും വലിയ വ്യാപാര കരാർ ഒപ്പുവെച്ചത്. ആസിയാൻ രാജ്യങ്ങളായ ഇന്തോനേഷ്യ, തായ്ലൻഡ്, സിംഗപ്പൂർ, മലേഷ്യ, ഫിലിപ്പീൻസ്, വിയറ്റ്നാം, ബ്രൂണെ, കംബോഡിയ, മ്യാൻമർ, ലാവോസ് എന്നിവയ്ക്കൊപ്പം ചൈനയും ജപ്പാനും ദക്ഷിണ കൊറിയയും ന്യൂസിലൻഡും ഓസ്ട്രേലിയയും അണിചേരുന്ന ഈ സംഘമായിരിക്കും ഇനി അങ്ങോട്ട് ആഗോള വ്യാപാരം നിയന്ത്രിക്കുക എന്ന് കരുതിയാൽ തെറ്റു പറയാനാകില്ല. കാരണം ലോകത്തെ 1/3 വ്യാപാരങ്ങളും നിയന്ത്രിക്കുകയോ അതിൽ ഇടപെടുകയോ ചെയ്യുന്നുണ്ട് ഈ 15 രാജ്യങ്ങൾ. ആഗോള GDPയുടെ 30% കൈവശം വെച്ചിരിക്കുന്നതും ഈ കൂട്ടായ്മയാണ്. 2012 കംബോഡിയയിൽ നടന്ന ആസിയാൻ ഉച്ചകോടിയിൽ ഇങ്ങനെയൊരു ആശയത്തിന് വിത്തുപാകുമ്പോൾ മുൻപന്തിയിലുണ്ടാവുകയും കഴിഞ്ഞ വർഷം വരെയും ചർച്ചകളിൽ സജീവമായി ഇടപെടുകയും ചെയ്ത ഇന്ത്യ പിന്മാറി എന്നത് മാത്രമാണ് ഇക്കൂട്ടത്തിൽ എടുത്തു പറയേണ്ട ഏക കാര്യം. ചൈനയ്ക്ക് എല്ലാ അർത്ഥത്തിലും കൃത്യമായ മേൽക്കൈയുള്ള ഈ കരാർ ഇന്ത്യക്ക് വലിയ നഷ്ടങ്ങൾ വരുത്തിവെക്കുമെന്നതിനാലാണ് പിന്മാറിയതെന്നാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ വിശദീകരിക്കുന്നത്. ഈ വിശദീകരണത്തിനപ്പുറം ഇന്ത്യയുടെ തീരുമാനത്തിന് രാഷ്ട്രീയ നയതന്ത്ര മാനങ്ങൾ ഉണ്ടെന്നും വിലയിരുത്തപ്പെട്ടിട്ടുണ്ട്. അതെന്തായാലും RCEPയിൽ നിന്നുള്ള പിന്മാറ്റം രാജ്യത്തെ കർഷകർക്കും ഇടത്തരം വ്യവസായികൾക്കും സംരംഭകർക്കുമെല്ലാം ചെറുതല്ലാത്ത ആശ്വാസം നൽകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ആ അർത്ഥത്തിൽ പ്രസ്തുത തീരുമാനം സ്വാഗതം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. കഴിഞ്ഞ വർഷം നവംബറിൽ ബാങ്കോക്കിൽ നടന്ന ആസിയാൻ ഉച്ചകോടിയിൽ വെച്ച് തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കരാറിൽ നിന്ന് പിൻവാങ്ങുന്നതായി പ്രഖ്യാപിച്ചിരുന്നു. കരാർ വ്യവസ്ഥകൾ എല്ലാവർക്കും ഗുണകരമാകുന്ന തരത്തിൽ സന്തുലിതമല്ലെന്നായിരുന്നു അതിന് കാരണമായി അദ്ദേഹം പറഞ്ഞത്. എന്നാൽ കരാറിൽ ഒപ്പുവെക്കുന്നതിന് ഉപാധിയായി ചില പ്രത്യേക സംരക്ഷണ വ്യവസ്ഥകൾ അംഗീകരിച്ചു കിട്ടാൻ അവസാന വട്ടം വരെയും ശ്രമിച്ചു പരാജയപ്പെട്ട ശേഷമാണ് ഇന്ത്യ പിൻവാങ്ങുന്നതായി പ്രഖ്യാപിച്ചത്. ആ സാഹചര്യത്തിലാണ് ഇന്ത്യ ഇല്ലെങ്കിലും കരാറുമായി മുന്നോട്ടു പോകുമെന്ന് ചൈനയും ഓസ്ട്രേലിയയുമെല്ലാം പരസ്യ പ്രസ്താവന നടത്തിയത്. വാസ്തവത്തിൽ RCEPയോട് മോദി സർക്കാരിന് തത്വത്തിൽ എതിർപ്പൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ആസിയാൻ വേദിയിൽ ചർച്ചയ്ക്കും വിലപേശലിനും അദ്ദേഹം തയ്യാറായത്. പ്രത്യക്ഷത്തിൽ തന്നെ രാജ്യത്തിന്റെ സാമ്പത്തിക മേഖലയെ തകർക്കാൻ പര്യാപ്തമായ പല വകുപ്പുകളും അതിലുണ്ടെന്ന് നീതി ആയോഗ് ഉൾപ്പെടെയുള്ള ഭരണകൂട വൃത്തങ്ങൾ തന്നെ കൃത്യമായ മുന്നറിയിപ്പ് നൽകിയിരുന്നു. പിന്നെയും കരാറിന് ചട്ടക്കൂട് തയ്യാറാക്കാൻ 2 ഡസനിലേറെ മന്ത്രിതല ചർച്ച നടന്നു. ഇതിനിടെ പ്രതിപക്ഷവും കർഷക കൂട്ടായ്മകളും ഭരണപക്ഷത്തിലെ തന്നെ ചില സംഘടനകളും എതിർപ്പുമായി രംഗത്ത് വന്നിട്ടും മോദി മുന്നോട്ട് തന്നെയായിരുന്നു. കേരളമടക്കമുള്ള സംസ്ഥാനങ്ങൾ പ്രത്യേക നിയമസഭ ചേർന്ന് കരാറിനെതിരെ പ്രമേയവും പാസാക്കി. ഈ പ്രതിഷേധങ്ങളെയെല്ലാം അവഗണിച്ചാണ് മോദി അന്ന് ആസിയാൻ വേദിയിലെത്തിയത്. അതുകൊണ്ടുതന്നെ ഇത്തവണ ഒരു മനം മാറ്റം ചിലരെങ്കിലും പ്രതീക്ഷിച്ചെങ്കിലും ചൈനയുടെ അപ്രമാദിത്വത്തിന് വഴങ്ങേണ്ടതില്ലെന്ന് തീരുമാനിക്കുകയായിരുന്നു സർക്കാർ. മറിച്ചൊരു തീരുമാനം കേന്ദ്ര ഭരണകൂടം കൈക്കൊണ്ടിരുന്നുവെങ്കിൽ ആസിയാൻ പോലെ മറ്റൊരു ദുരന്ത ചിത്രമായി RCEP പരിണമിക്കുമായിരുന്നു. തീരുവ പരമാവധി വെട്ടിക്കുറച്ച് സ്വതന്ത്ര വ്യാപാരം ലക്ഷ്യമിടുന്ന കരാർ നടപ്പാക്കിയിരുന്നുവെങ്കിൽ രാജ്യത്തെ കാർഷിക വ്യവസായ രംഗം കടുത്ത പ്രതിസന്ധിയിലാകുമായിരുന്നു. കാർഷിക വിഭവങ്ങളുടെ ഏറ്റവും വലിയ 6ാമത്തെ കയറ്റുമതിക്കാരായ ചൈനയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ മാത്രം മതിയാകും ഇന്ത്യൻ കാർഷിക വിപണിയെ തല്ലിക്കെടുത്താൻ. പാൽ ഉൽപ്പന്നങ്ങളുടെ ഏറ്റവും വലിയ കയറ്റുമതിക്കാരായ ന്യൂസിലൻഡും ഓസ്ട്രേലിയയും കൂടി വരുന്നതോടെ രാജ്യത്തെ ക്ഷീര കർഷകരും പട്ടിണിയിലാകും. ഇങ്ങനെ കുടിൽ വ്യവസായം മുതൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വരെയുള്ള ചെറുതും വലുതുമായ സംരംഭങ്ങളെ തകർക്കാൻ കഴിയുന്ന ഒരു കരാറിൽ നിന്നാണ് നമ്മുടെ രാജ്യം രക്ഷപ്പെട്ടിരിക്കുന്നത്. എന്നാൽ ഈ രക്ഷപ്പെടൽ തൽക്കാലത്തേക്ക് മാത്രമാണ്. ഏതു നിമിഷവും കരാറിന്റെ ഭാഗമാകാൻ ഇന്ത്യക്ക് കഴിയും. അതിനുള്ള മുറവിളികൾ അകത്തുനിന്നും പുറത്തുനിന്നും ഇതിനകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. കരാറിൽ പതിയിരിക്കുന്ന കെണികളിൽ നിന്ന് വല്ലവിധേനയും കോർപ്പറേറ്റുകളെ കരകയറ്റാനായാൽ ഒരുപക്ഷെ മോദി സർക്കാർ പുനർചിന്ത നടത്തിയേക്കാം. അതേസമയം ഇപ്പുറത്ത് അമേരിക്കയുടെയും യൂറോപ്യൻ യൂണിയന്റെയും സമ്മർദ്ദവും കേന്ദ്രത്തെ അലട്ടുന്നുണ്ട്. പ്രതിരോധ മേഖലയിലടക്കം ഈ രാജ്യങ്ങളുമായി കരാർ ഉള്ളതിനാൽ അവരുടെ കുത്തക തകർക്കുന്നൊരു കൂട്ടായ്മയിൽ പങ്കാളിയാകുന്നതിലും ഇന്ത്യക്ക് പ്രയാസമുണ്ട്. എല്ലാത്തിനുമപ്പുറം അതിർത്തിയിൽ കാര്യങ്ങൾ അത്ര ശുഭകരമല്ലെന്നിരിക്കെ ചൈനയ്ക്കെതിരായൊരു രാഷ്ട്രീയ നീക്കമെന്ന നിലയിലും ഇതിനെ വ്യാഖ്യാനിക്കുന്നവരുമുണ്ട്.
ഏതായാലും നോട്ട് നിരോധനമടക്കമുള്ള സാമ്പത്തിക പരിഷ്കരണ പരിപാടികളും കോവിഡ് പ്രതിരോധത്തിനായുള്ള അശാസ്ത്രീയ ലോക്ക്ഡൌണുമെല്ലാം നട്ടെല്ലു തകർത്ത് അക്ഷരാർത്ഥത്തിൽ തന്നെ പട്ടിണിയിലേക്ക് നിപതിക്കുന്നൊരു സമ്പദ് വ്യവസ്ഥയ്ക്ക് ഇത് ആശ്വാസം തന്നെയാണ്.